സർ, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ദേശാഭിമാനിയിലെ വാർത്തകൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതോ സാധാരണ പത്രസമ്മേളനങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ചോദ്യത്തിന് മറു ചോദ്യം ഉത്തരം എന്ന് പറയുന്ന രീതിയിലാണോ ഇതും ചെയ്തിരിക്കുന്നത്? ഇത് വളരെ ഖേദകരമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പക്ഷെ പുള്ളിയുടെ ഒരു സ്റ്റാൻഡപ്പ് ഷോയാണ് പുള്ളി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി ഒരു ചോദ്യത്തിനും കൃത്യമായിട്ട് പുള്ളി ഉത്തരം പറയില്ല. അതുകൂടാതെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 47 മിനിറ്റാണ് ഇന്നലത്തെ പത്രസമ്മേളനം ഉള്ളത്. നേരത്തെ ഇദ്ദേഹമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പിണറായി 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തും, അതിൽ 50 മിനിറ്റ് കാര്യങ്ങൾ പറയും, അതിനുശേഷം 10 മിനിറ്റ് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപ്പം പോലും 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി 47 മിനിറ്റ് ആക്കിയിട്ട് പുള്ളി പറഞ്ഞു എന്തോരം സമയം എന്ന് ചോദിക്കും, എന്തോരം സമയം. ഇനി അത് പോട്ടെ, ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടാകും. ഇപ്പൊ വിഴിഞ്ഞം പോർട്ടില് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദേശാഭിമാനിയുടെ ഒരു വാർത്ത പുള്ളി എടുത്തു പറഞ്ഞു. ആ വാർത്തയിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദേശാഭിമാനിയുടെ വാർത്തയുടെ സോഴ്സ് പഴയ LDF ഗവൺമെന്റ് ആണെന്നാണ്. അതായത് ദേശാഭിമാനി 5-ാം തീയതി കൊടുത്ത വാർത്ത. അപ്പൊ അത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു 5-ാം തീയതി വരുന്നതിന് മുമ്പ് അത് 3-ാം തീയതി മാതൃഭൂമിയിലും 1-ാം തീയതി ET എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിലും വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പുള്ളി പറയാൻ സമ്മതിക്കുന്നില്ല. പുള്ളി വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളി ഇത്തരം പറഞ്ഞാൽ പുള്ളി ചെറുതായി പോവോ? ശരിയാണ്, ഞാൻ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ ദേശാഭിമാനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ശരിക്കും ദേശാഭിമാനി പറയുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പം പുള്ളി പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. പിന്നെ സതീശൻ അങ്ങനെ ഒരു ശീലമില്ല, അദ്ദേഹം കിടന്നുരുളുകയാണ് ശീലമുള്ളത്. അത് തന്നെ അദ്ദേഹം ചെയ്തു. പക്ഷെ ഈ പത്രസമ്മേളനം നൽകുന്ന ഒരു സൂചന ഉണ്ട്. ആ സൂചന എന്താണെന്ന് അറിയാമോ? ഇത്രയും നാളും ഈ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ പത്രസമ്മേളനം വരെ ആളുകൾ വലിയ ചോദ്യം ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ചോദ്യം ചോദിക്കാനോ ഒന്നും നിന്നില്ല. പക്ഷെ ഇന്നലെ മുതൽ മാധ്യമപ്രവർത്തകർ ആ രീതി മാറി കുറച്ചുകൂടി അവര് അറ്റാക്കിംഗ് ആയി തുടങ്ങിയിരുന്നു. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ സതീശൻ വന്നിരിക്കും, പുള്ളി ഡിഫൻസീവ് കളിക്കില്ല, സതീശൻ അറ്റാക്കിലേക്ക് എന്ത് ചെയ്യും? ഫുട്ബോൾ മാച്ചിലൊക്കെ സതീശൻ അറ്റാക്കിംഗ് ഫോർവേഡിൽ കളിക്കും, പക്ഷേ മറ്റേ മാധ്യമപ്രവർത്തകർ ഡിഫൻസീവ് ആയിരിക്കും. കാരണം എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്നൊരു പുള്ളി ഒരു മെന്റലിസ്റ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരു പുകമറ ഉണ്ടാക്കുക, മറ്റേ മോഹൻലാലൊക്കെ പറയുന്ന പോലെ ഒരു മെയ്ക്ക് ബിലീഫ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എഴുന്നേറ്റ് പോകണേണ് പുള്ളി. മനസ്സിലായി? ഇന്നലെ പുള്ളി ചോദിക്കുന്നുണ്ട് ദേശാഭിമാനിയുടെ ആ വാർത്ത എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. പറയിപ്പിക്കണത് ദേശാഭിമാനിയുടെ വാർത്ത ഒന്നുകൂടി പറയിപ്പിക്കണമെന്നും അല്ല തയ്ച്ച പറഞ്ഞ ചോദ്യം ഇതാണ്. താങ്കൾ പറഞ്ഞത് ദേശാഭിമാനിയുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞതിന് താങ്കൾ പറഞ്ഞത് LDF ഗവൺമെന്റ് ആണ് സോഴ്സ് എന്നാണ്. അങ്ങനെ LDF ഗവൺമെന്റ് നേരത്തെ അറിയാമായിരുന്നു ഈ വിഴിഞ്ഞം പോർട്ടിലെ ഇടപാടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം നേരെ തിരിച്ചാണെന്നേ. അപ്പൊ എക്കണോമിക് ടൈംസ് ഇൻഫ്രയും അതുപോലെ തന്നെ മാതൃഭൂമിക്ക് എവിടെ നിന്ന് കിട്ടിയത്? മനസ്സിലായി? അപ്പൊ അത് സോഴ്സ് പറഞ്ഞത് തെറ്റാണെന്ന് പറയേണ്ടി വരും, അത് അങ്ങനെ തന്നെ വിഴുങ്ങേണ്ടി വരും. അതിൽ നിന്ന് പുള്ളി എന്ത് ചെയ്ത് ഒരു റംബൂട്ടാൻ കഴിച്ച് രക്ഷപ്പെടുന്ന പോലെ ഗുരു തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്, പക്ഷെ പുള്ളി അത് പുറത്ത് കാണിക്കാതെ നേരെ സ്ഥലം വിട്ടു. ഇതാണ് ഈ സംഭവം ഉള്ളത്. എന്തൊരു പ്രകടനമാണ്! നേരത്തെ പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ നല്ല ക്ലാരിറ്റിയോടുകൂടി വട്ടിപൊത്ത രീതിയിൽ മറുപടി പറയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നൊന്നും പറയാനില്ലായിരുന്നു. ഇതിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് ഒരു 500 പേര് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. അതായത് ഇപ്പൊ മാനേജർ എത്ര പേരാണെന്ന് അറിയാനായിട്ട് ഓരോ ബയോഡാറ്റ എടുക്കുമ്പോൾ ഇങ്ങനെ ലൈൻ വരക്കുക, എന്നിട്ട് നമ്മൾ 5 വെട്ടിയിടുക സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പൊ എത്ര ഉണ്ടെന്ന് കണക്കൂട്ടി 15 പേരുണ്ടോ 16 പേരുണ്ടോ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിൽ നമ്മളിങ്ങനെ നുണ കട്ട് ചെയ്യണം. 1, 2, 3, 4, പിന്നെ 5 എത്തുമ്പോ ഒരു വെട്ട്. അങ്ങനെ 8 10 ഒക്കെ നമുക്ക് ഒരു പത്രസമ്മേളനത്തിൽ കിട്ടും. ഇനി ഇത് പോട്ടെ, ഇതിനി ഒരു രാഷ്ട്രീയ ആരോപണമാണല്ലോ. അടുത്തൊരു ആരോപണമുണ്ട്, താങ്കൾ ചോദിക്കാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ലോയേഴ്സ് കോൺഗ്രസിന്റെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ സുകുമാരൻ നായരെ കുറിച്ച് ഒരു തോന്നാം. പുള്ളി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പുള്ളിക്കറിയാം. പുള്ളി മറുപടി പറയുന്നത് ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ലേ? പുള്ളി ഇന്നലെ ഉച്ചക്ക് തന്നെ പുള്ളിയും മറുപടി പറഞ്ഞു. സുകുമാരൻ നായരെ നിങ്ങൾ കാണാൻ അനുവദിച്ചില്ല എന്ന് ചോദിച്ചപ്പോ തന്നെ പുള്ളി ഒറ്റടിക്ക് പറയുകയാണ്, എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ ബജറ്റിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ഫോൺ എടുക്കുന്നുണ്ടായില്ല. അത് തന്നെ ഒരു നുണയാണ്. പോട്ടെ, ഇനി ഫോൺ ഉണ്ടായില്ല, ഫോൺ എടുത്തില്ല എന്ന് ഒരാൾ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കലിന് നിവൃത്തിയുള്ളൂ. നമ്മളിപ്പോൾ അതിന് വേണ്ടി CBI ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ അത് ഞാൻ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോ വേണമെങ്കിലും, അപ്പൊ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെയല്ല,
പുള്ളി അവർക്കുള്ള ഒരു മറ്റേ ഫിനാൻഷ്യലുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫയൽ കേരള ഗവൺമെന്റ് കയ്യിലുണ്ട്, അത് നടപടി എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് കണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായി? പക്ഷെ ഇതങ്ങനെ അടിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വളരെ കോടിയിലായി സംസാരിച്ച് ഞങ്ങൾ തീർത്തു. പക്ഷെ നിങ്ങൾ തെറ്റായിട്ട് വാർത്ത കൊടുക്കുന്നു. ആര്? മാധ്യമപ്രവർത്തകർ. ദേവ് ഉച്ച കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞാണ് സുകുമാരൻ പറഞ്ഞാണ് പറഞ്ഞ വാസ്തവം എന്താണെന്നറിയാം, ആളുകൾ മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ 2 തവണ പ്രൈവറ്റ് സെക്രട്ടറിനെ വിളിച്ചു. പുള്ളിക്ക് 50-55 വയസ്സുണ്ട് കേട്ടാ സുകുമാരൻ നായർക്ക്. ഒന്നുമില്ലെങ്കിൽ ആ പ്രായമെങ്കിലും മാനിക്കണ്ടേ. പുള്ളി വിളിച്ചു. NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളി 6 ദിവസം കഴിഞ്ഞ്, ശ്രദ്ധിക്കണേ, 6 ദിവസം കഴിഞ്ഞ് ഒരാളെ തിരിച്ച് വിളിച്ചിട്ട് ഉടനെ തന്നെ പറഞ്ഞു ഞാൻ മറ്റേ ഈ തിണ്ണ നിരക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്നൊരു കമന്റ് പറഞ്ഞു പോയത് മറ്റേ ആളെ കുറിച്ചാണെന്ന് പറഞ്ഞു. മറ്റേ ആൾ ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, കണിച്ചൂട് അങ്ങനെയുള്ള ആളെ കുറിച്ചായിരിക്കും. അയാൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ചല്ല. ആ ശരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു. അപ്പൊ ഇയാള് വിളിച്ചെന്തിനാണെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എന്ന് പറഞ്ഞാൽ അപമാനിക്കണേണ്. ഞാൻ പണ്ട് യേശുദാസിന്റെ കഥ പറഞ്ഞ പോലെ എന്റെ കമ്പനി തന്നെ മാനേജറായിട്ട് തുടരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇട്ട് ചവിട്ടി പുതുക്കാനുള്ള ഐഡിയ. മനസ്സിലായി? ഓർക്കേണ്ടതാകള്. അതായത് പുള്ളി പറയുമ്പോ പുള്ളിയുടെ പാട്ട് വളരെ മോശമാക്കിയിട്ടുള്ള എഞ്ചിനീയറാ പുള്ളി ഇവിടെ തന്നെ നിയമിച്ചേക്കാണെന്നാണ് പറഞ്ഞത്. എവിടെ? സ്റ്റുഡിയോയിൽ തന്നെ നിയമിച്ചേക്കണേ. നമ്മള് കേൾക്കുമ്പോ ഒരു വിശാല മനസ്കൊണ്ടല്ല, അവന് വേറൊരിടത്തും കിട്ടാത്ത ശമ്പളം കൊടുത്തുപോലെ അവനെ വീട്ടിൽ ഞെരിച്ച് പക തീർക്കണമെന്നുള്ള എന്ന് പറഞ്ഞ പോലെ പുള്ളിയിൽ അപമാനിച്ചേക്കണേ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ വളരെ കോടികളായിട്ട് സംസാരിച്ച് ഞാൻ എന്ത് ചെയ്ത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് സുകുമാരൻ നായർ. എന്നിട്ട് ഇനി അടുത്തത് ഇതും കൊണ്ട് കഴിഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ പുള്ളിയെ വീണ്ടും 2 വട്ടം കൂട് വിളിച്ച പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞെന്ന് നമുക്ക് മറ്റേ എറണാകുളത്ത് വെച്ച് കാണാം. ആര്? സുകുമാരൻ നായരോടെ. ഇത് ഞാനും അല്ലെങ്കിൽ പ്രജിതയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ ഒരുമിച്ചുള്ള അങ്ങനെ പ്രജിത എടുത്ത് പോലും നമ്മളിപ്പോ അങ്ങനെ പറയില്ല. വേറെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പറയില്ല, ഇവിടെ എറണാകുളത്ത് വരുമ്പോ കാണാന്നൊക്കെ പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പറയാൻ ഞാൻ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ സതീശൻ. അതായത് എറണാകുളത്ത് നമുക്ക് സുഭാഷ് പാർക്കിൽ തമന്ന് നിൽക്കാം, വൈകുന്നേരം മറ്റേ അടുത്ത ഞായറാഴ്ച 6 മണിയാകുമ്പോൾ ഒന്ന് 2 കോടി കപ്പലണ്ടിയും കൂടി മേടിച്ചു നമുക്ക് കുറിക്കാന്ന് പറയാൻ ഭാഗ്യം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ പുള്ളിയാക്കോട് പറഞ്ഞത് അല്ലല്ല, അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല, അവിടുത്തെ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ളവരും ഒക്കെ ഉള്ളപ്പോ എനിക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ സതീശനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇദ്ദേഹത്തോട് ഒരു വിരോധമുണ്ട്. കാരണം ഇവര് പലപ്പോഴും അദ്ദേഹത്തിനെതിരാണ് നിന്നേക്കണത്. അത് കാര്യം ശരിയല്ലേ. ഇതങ്ങാട് ഓക്കെ മിണ്ടാതെ വിട്ടാ പോരെ, അത് അറിയില്ല, പരിശോധിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ തീരും. പക്ഷെ അപ്പൊ അങ്ങനെയല്ല, ഒരു നുണ. ഇതിനു മുമ്പ് പുള്ളി ഇതുപോലെ നുണ പറയൽ പുള്ളിക്ക് ശീലമുണ്ട്, കള്ളം പറയൽ പുള്ളിക്ക് ശീലമുണ്ട്. ആ ശീലം എന്താണെന്നറിയാം, മറ്റേ കെ സുധാകരൻ ഇതുപോലെ ഒരു പോസ്റ്റ് ഇടാൻ പുള്ളി പറഞ്ഞില്ല, അത് FE പോസ്റ്റ് കെ സുധാകരൻ ഇട്ടതല്ല. ഏത്? പുള്ളിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ച പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞേ അങ്ങനെ ഇട്ടതല്ല, ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് FE പോസ്റ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കടത്തി പറഞ്ഞു. പുള്ളിക്ക് ഫേസ്ബുക്ക് എന്താന്ന് പോലും അറിയില്ലെന്ന്. ആർക്കാണ്? കെ സുധാകരന് ഫേസ്ബുക്ക് എന്താന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ കെ സുധാകരൻ പട്ടോറി ഞാൻ തന്നെയാണ് പോസ്റ്റ് ഇട്ടത്, എനിക്കറിയാം ഫേസ്ബുക്ക് എന്താന്ന്. എനിക്ക് മറ്റേ ഞാൻ പഠിച്ചപ്പോഴൊക്കെ മറ്റേ ബുക്കിലാണ് പഠിച്ചേക്കണത്, മറ്റേ നോട്ട്ബുക്കൊക്കെ പഠിച്ചേക്കണം. പക്ഷെ എനിക്ക് ഫേസ്ബുക്ക് എന്താന്നൊക്കെ അറിയാം. ശരിക്കും പറഞ്ഞാൽ കെ സുധാകര പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഏത്? മറ്റേ സമരാഗ്നി യാത്രയിൽ വിളിച്ചിട്ടുള്ള മറ്റേ നമ്മളങ്ങനെ പൂരിപ്പിച്ചോളാം. എനിക്കറിയണം എന്ന് പറഞ്ഞാൽ ഒരാളാകെ അപമാനിച്ച് കൊല്ലുകയാണ്. പുള്ളിക്ക് ഫേസ്ബുക്ക് പോലും. പിന്നെ ഇപ്പൊ കെ സുധാകരൻ ഓർക്കൂട്ടി ജീവിക്കണം. അപ്പൊ ഇതുപോലെയുള്ള അടികൾ അങ്ങനെ അടിക്കണേ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയെ, അതും ഈ കേരളത്തില് മറ്റേ വളരെ പരിണത പ്രജ്ഞനായ നിരവധി മുഖ്യമന്ത്രിമാരെ അതുപോലെ ആളുകളെ കണ്ടിട്ടുള്ള മറ്റേ നമ്മുടെ സുകുമാരൻ നായരെ കുറിച്ചാണ് ഈ പറയണത്. അപ്പൊ ഈ പുള്ളിയുടെ വിചാരം എന്താ, സുകുമാരൻ നായർ ഇതൊക്കെ മറന്നുകൊണ്ടാവുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ്. പിന്നെ എന്റെ പിന്നിൽ വലിയ തന്ത്രമുണ്ട്. ആ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയും അതുപോലെ പൊൻ രാധാകൃഷ്ണൻ നമ്മുടെ വൈസ് പ്രസിഡന്റും ഒക്കെ കൂടി മറ്റേ മന്നം സ്മാരക സമാധിയൊക്കെ മറ്റേ ഡൽഹിയിൽ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് പണിത് വെച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കാന്ന് ചോദിച്ചു. കാരണം ഇവിടെ കയറ്റാത്തതുകൊണ്ട്. എന്നിട്ട് പുള്ളി പ്രസംഗിക്കുകയും ചെയ്ത് ഒരു ജനറൽ സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഏത് വൈസ് പ്രസിഡന്റ് സംസാരിക്കണേണ്ട ഉദ്ഘാടനം ചെയ്ത് യു ഷുഡ് നോട്ട് കം എന്നൊക്കെ പറയരുത്. സുകുമാരൻ നായർക്കെതിരെ പേരൊന്നും പറഞ്ഞിട്ടില്ല.
ആ ദിവസം തന്നെ ഇവിടെ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകയും ചെറിയൊരു ഉന്താർക്കിട്ട് നായർക്കിട്ട്. എന്നിട്ട് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി പിന്നെ പുള്ളിയെടുത്ത് അടുത്ത് ചോദിച്ചു മറ്റേ നമ്മുടെ ശശികലയും ബാക്കി ഇവരും ഒക്കെ കാണാൻ വേണ്ടി ആര് കാണാൻ വന്നാലും ഞാൻ സമ്മതിക്കണ്ടേ. ഇപ്പൊ NGO യൂണിയന്റെ ആളുകൾ പ്രതിപക്ഷത്തെ ആളുകളാണ്, അവർ വന്നിരുന്നു, ഞാൻ സമ്മതിച്ചു, എല്ലാവരും വന്ന് കാണാൻ സമ്മതിച്ചു. ശരി. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്. ആ ലോഷി സേവർ മറ്റേ 10 തവണയായിട്ട് എന്നെ വിളിച്ച് പുള്ളി ഫോണിക്കുള്ളതെന്ന് പറയുന്നുണ്ട്. ഏത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. KSU ആണ് ഇവിടെ തീരുമാനിക്കണമെന്നല്ല ചോദിച്ചു. അതോടുകൂടി അവരുടെ പണി ചെയ്തു. പിന്നെ പുള്ളി മറ്റേ ഇലക്ഷനിൽ വാർ റൂമിന്റെ ചുമതല ഉണ്ടായിരുന്ന, സംസ്ഥാനത്ത് ചുമതല ഉണ്ടായിരുന്നാണ് PM നിയാസ്. PM നിയാസിനെ പുള്ളി എല്ലാ ദിവസവും രാത്രി വിളിക്കുമായിരുന്നു. ആ PM നിയാസ് എല്ലാ ചാനലിൽ മുഴുവൻ കയറി കിടന്ന് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടില്ല, ഒരു അപ്പോയിന്റ്മെന്റ് എങ്ങനെയും തരുവേ, തന്നാൽ ഞാൻ അദ്ദേഹം ബോധ്യപ്പെടുത്താം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് ശേഷാദ്രിനാഥന്റെ ചീഫ് ഇലക്ഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് വിളിച്ചില്ല, കൊടുത്തില്ല. അപ്പൊ ഇത് പറയണതും പ്രവൃത്തിയുമായിട്ട് വലിയ അന്തരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശരിയായിട്ടില്ല. ഇനി അടുത്തത് മറ്റേ നമ്മള് മൂകാംബിക ക്ഷേത്രത്തിൽ ഇത് പുള്ളി മൂകാംബിക ക്ഷേത്രത്തിൽ പോയതിന് ആരെങ്കിലും കുഴപ്പം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാ? പുള്ളിക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം, പള്ളിയിലും പോകാം, മോസ്കിലും പോകാം, ഒരു കുഴപ്പമില്ല. പുള്ളിയോട് ചോദിച്ച ചോദ്യം എന്താ, നിങ്ങൾ ഈ പറയുന്ന മംഗലാപുരം യാത്രയിൽ നിങ്ങൾ എന്തിനാണ് അതായത് കേരളത്തിന് ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത പോലെ 10-30 ലക്ഷം രൂപ 35 ലക്ഷം രൂപ വരുന്ന ചാർട്ടർ ചെയ്ത വിമാനമെടുത്ത് തിരക്കിട്ട് പോയത്? വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഘപരിവാരൊക്കെ ചെയ്യുന്ന ഒരു ലൈനും കൂടി അതിൻ്റെ കൂടെ കുത്തിക്കയറ്റി. അതറിയോ? സാധാരണ CPM ഇടതുപക്ഷത്തിനെതിരെയൊക്കെ ഇവരിപ്പോ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം BJP-ക്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ടാണ്. വിശ്വാസികൾ നമ്മൾ കണ്ട അയോധ്യയിൽ നിന്ന് 1500 രൂപ അടിച്ചു മാറ്റിയ വിശ്വാസികൾ, മനസ്സിലായി? ഒരു വിശ്വാസികൾ, ആ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇവരെ സംബന്ധിച്ച് അതേ വാചകം ഇപ്പൊ സതീശൻ പറയാണ്. സതീശൻ പറയണാണ്, ഞാൻ ഞാൻ കൊല്ലൂർ മൂകാംബികയുടെ ഡിവോട്ടിയാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. നമ്മളതല്ലല്ലോ ചോദിച്ചത്. നമ്മൾ ചോദിച്ചത് നിങ്ങൾ മംഗലാപുരത്ത് ഫ്ലൈറ്റിന് പോയി അതിന്റെ കാശ് ആര് കൊടുത്തു? അപ്പൊ പുള്ളി പറയാണ് അമ്പലത്തിൽ പോകും, എനിക്ക് എന്റെ ഇഷ്ടമല്ലേ, എന്റെ റൈറ്റ് അല്ലേ, പള്ളിയിൽ പോകുന്നവര് പള്ളിയിൽ പോകണ്ടേ, മോസ്കിൽ പോകുന്നവര് മോസ്കിൽ പോകണ്ടേ, ഇതൊന്നും ആരും എതിർത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പല അഭ്യാസ പ്രകടനങ്ങളുമാണ് പുള്ളി അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, RSSന്റെ അംഗങ്ങളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട്. അതിനും ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് സതീശന് ഈ ഒരു പത്രസമ്മേളനത്തില്. അതിന് ന്യായീകരണം പറഞ്ഞ പുള്ളി പെട്ട്. സത്യത്തിൽ എന്താണെന്നറിയാമോ? സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിക്കാരും ഇതുപോലെ സംഘടനക്കാരും ഒക്കെ ലിസ്റ്റൊക്കെ കൊടുക്കും. പക്ഷേ അങ്ങനെ ലിസ്റ്റ് കൊടുത്താൽ നിയമിക്കണെന്നുള്ളത് പുറത്തു പറയാൻ പറ്റൂല. കാരണം പുറത്ത് പറഞ്ഞാൽ അത് സ്വജനപക്ഷപാതവും, അത് സത്യപ്രതിജ്ഞയുടെ ലംഘനമാകും, അത് ചട്ടവിരുദ്ധമാകും, അത് ഭരണഘടനാ ലംഘനമാകും. നമ്മളൊരു ഭരണഘടനാപരമായിട്ടുള്ള പോസ്റ്റ് വഹിക്കുമ്പോൾ നമ്മള് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാ പോണം. അതായത് ഞാൻ ആർക്കും പ്രീതിയോ പ്രേരണയോ അല്ലെങ്കിൽ പക്ഷപാതിത്വമോ ഒന്നും കൂടാതെ ഞാൻ ഭരിക്കുമെന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്റെ സംഘടനയുടെ ഇതെങ്ങനെ ലിസ്റ്റ് മേടിക്കണത്? ശരിക്കും പറഞ്ഞാൽ ഇത് അഡ്വക്കേറ്റ് ജനറലിന്റെ ലിസ്റ്റ് മേടിച്ച് കാര്യങ്ങൾ പ്രാപ്തിയുള്ള ആളുകളെ നോക്കി നിയമിക്കേണ്ട ഒരു കാര്യമാണ്. പുള്ളിയുടെ പിടിവിട്ടുപോയി. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പുള്ളിക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇല്ലെന്ന് ഞാൻ ചോദിക്കണം. എന്നെ കുറിച്ച് അപ്പോയിന്റ് ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള മണ്ടത്തരം പറയുന്നില്ലേ. ആന്റണി പണ്ട് ഇതുപോലെയുള്ള ഒരു മണ്ടത്തരം പറഞ്ഞിരുന്നു. 2 കോടി രൂപ മേടിക്കുന്ന ഞാൻ കടമായിട്ട് മേടിച്ചാന്ന് പറഞ്ഞു. ഇലക്ഷൻ ചെലവിലേക്ക് വേണ്ടി കടമായിട്ട് മേടിച്ചാന്ന് വെച്ചാൽ കട്ട് ചെയ്യണം. ഇലക്ഷൻ ചെലവിലേക്ക് വേണ്ടി മേടിച്ചാലുള്ള കുഴപ്പമെന്ന് അറിയാമോ? ഇലക്ഷൻ ചെലവിലേക്ക് 2 കോടി രൂപ മേടിച്ചാൽ ഇലക്ഷൻ ചെലവിലേക്കുള്ള അക്കൗണ്ടിൽ കാണിക്കണം, അത് ചെലവ് ചെയ്ത് കാണിക്കണം. ചെലവ് ചെയ്ത് ഒരിക്കലും 2 കോടി കാണിക്കാൻ പറ്റില്ല. എന്താ കാര്യം? 90 ലക്ഷം രൂപ ആകെ ചെലവ് വരാൻ പാടുള്ളൂ. അപ്പൊ പിന്നെന്തിനാ നിങ്ങൾ 2 കോടി മേടിച്ചത്? കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം 4-5 കോടി രൂപ ചെലവാകുന്നത്. പക്ഷെ നിയമപരമായി നമുക്ക് ഇത്ര കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വൈറ്റൊക്കെ ബ്ലാക്ക് ആക്കിയൊക്കെ ആളുകൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ സതീശൻ വന്ന് ലിസ്റ്റൊക്കെ ഉയർത്തി കാണിക്കണത്. ഇത് കണ്ട ലിസ്റ്റ്, ഈ ലിസ്റ്റാണ് ഞങ്ങൾ തന്നേക്കണത്. ലോയേഴ്സ് കോൺഗ്രസിന് ഈ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നാളെ മറ്റന്നാളെ ഇപ്പൊ കോടതിയിൽ കേസ് വരും ചിലപ്പോ. ഇങ്ങനെ ഒരു നിയമനം നടത്താൻ പാടില്ല, ഇത് റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞു. ചിലരൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. എന്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ചിന്തിക്കട്ടെ. മിക്കവാറും കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടാവും.
മുഖ്യമന്ത്രി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു, പരിപാടി പാളിയാ. പണ്ട് മറ്റേ നമ്മുടെ കമാൽ പാഷ മറ്റേ പറഞ്ഞതുപോലെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ആദ്യം കേരള കോൺഗ്രസ് മാണിയുടെ ആളുകൾ ഈ വിധി കേട്ടപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ജില്ലാ മറ്റേ മെമ്പർമാരൊക്കെ വിധി കേട്ടിട്ട് ചിരിച്ചു കിടക്കുന്നു. സീസറിന്റെ ഭാര്യയുടെ കാര്യമില്ല, നമ്മുടെ കാര്യമില്ലെന്ന് വിചാരിച്ചു. മനസ്സിലായ? അതേതോ സീസറിന്റെ ഭാര്യയുടെ, അത് നമുക്ക് പറഞ്ഞില്ല. സീസറിന്റെ ഭാര്യ ഈ മന്ത്രിയെ കുറിച്ചാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം. ലാസ്റ്റ് ഈ കെ മാണി രാജിവെക്കേണ്ടി വന്നു. മനസ്സിലായ? അപ്പൊ അതുപോലെ വേറെ ലിസ്റ്റ് അങ്ങ് എടുത്ത് കാണിച്ചേക്കണേ ഉള്ളൂ. അത് ഇന്നലെ പി രാജീവ് പറഞ്ഞത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പക്ഷപാതിത്വമാണ്. നാളെ താങ്കളിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും താങ്കൾ ശരിയാണ്. ഇപ്പൊ ആരെങ്കിലും വെക്കുമ്പോൾ പാർട്ടിയുടെ നിന്ന് നിർദ്ദേശമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് രഹസ്യമായിട്ടാണ്, അല്ലാതെ ലിസ്റ്റ് കൊണ്ടത് കാണിച്ചിട്ട് ഇതേ ഞാൻ ഇന്ന ആളുകളെ വെക്കാൻ പറഞ്ഞു ഞാൻ വെക്കണേന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തലവേദന പോകുന്നത്. ഇതിനെയും ക്രോസ് ചെക്ക് ചെയ്യുന്നില്ലല്ലോ മാധ്യമപ്രവർത്തകർ, പക്ഷെ കാര്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ലല്ലോ. മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ പ്രജിതൊക്കെ അറിയാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ പാവങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നാമത്തെ 3.5 മണിക്കൂർ അവിടെ ചെന്ന് തൂങ്ങിത്തിരിഞ്ഞൊക്കെ നിൽക്കുന്ന കഴിയുമ്പോഴാണ്, അല്ലാതെ അവർ ഇതിനെക്കുറിച്ച് വല്ലതും പഠിക്കണ്ട. എനിക്ക് ഒരു കോമഡി ഞാൻ പറയാം. ഞാൻ ഈ അദാനി വൻ അഴിമതി നടത്തി ന്യൂയോർക്കിൽ കേസ് നടക്കുകയാണ്. 2000 കോടി രൂപയുടെ അഴിമതി, അദാനി ഇപ്പൊ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമൊക്കെ ഉണ്ടായി. ഞാനൊരു വാർത്ത കേട്ടിട്ട് ഇത് എന്താ കാര്യം എന്ന് മാത്രം ഒരു മനുഷ്യൻ പറയണില്ല. ഞാനിത് ഒരു 3-4-5 പേരെ വിളിച്ചങ്ങ് ചോദിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട നമുക്കറിയാൻ പാടില്ല. അപ്പൊ കോടതിയിൽ ഒരു കേസ് വന്നല്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. ലാസ്റ്റ് ഞാൻ ഡൽഹിയിലെ ബ്യൂറോ ചീഫിനെ വരെ വിളിച്ചു, ഒരു പ്രമുഖമായ മാധ്യമത്തിന്റെ. പുള്ളി ആദ്യം ഷോയിട്ടൊക്കെയാണ് മറ്റേ ഫോണൊക്കെ എടുത്തത്. ഹലോ പറയൂ രതീഷ്, എന്താണ് ചോദ്യം എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദ്യം പറഞ്ഞോളാം. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് അങ്ങനെ എല്ലാ കാര്യവും അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് 54 പേജുള്ള അതിന്റെ റിപ്പോർട്ട് എടുത്ത് അത് പഠിച്ചിട്ട് എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ എങ്ങനെ അഴിമതി നടത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അതിന്റെ പുറകെ അന്വേഷിച്ചു പോയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിത് പരിശോധിക്കാനും സമയം കിട്ടൂലല്ലോ. സാർ അതുകൊണ്ടും തീരുന്നില്ല, പിന്നെയും മംഗലാപുരം യാത്ര പിന്നെയും ചർച്ചയാവുന്നുണ്ടല്ലോ അതിൽ തന്നെ. അല്ല, മംഗലാപുരം യാത്രയുടെ കാര്യത്തിലാണ് പുള്ളി മറ്റത് പറഞ്ഞത്. അതിലൊരു തീർപ്പുണ്ടാകുമോ മംഗലാപുരം യാത്രയുടെ കാര്യത്തില്? വ്യക്തിപരമാണെന്നാണ് പുള്ളി. പക്ഷെ നമ്മുടെ പിണറായി വിജയൻ എങ്ങാനുമാണ് ഇതുപോലെ പോയിട്ട് വ്യക്തിപരം എന്ന് പറഞ്ഞ ഇവിടെയുള്ള മാധ്യമങ്ങള് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഡെയിലി 3 ചർച്ച വീതം നടത്തിയാണ്. ഇപ്പൊ ഒരു ചർച്ചയല്ല 7 മണിക്ക്. അതിന് പകരം ഇപ്പൊ ഏഷ്യാനെറ്റൊക്കെ 6 മണി മുതൽ 7 മണി വരെ മറ്റേ PG സുരേഷ് കുമാറിന്റെ ചർച്ച, 7 മണി മുതൽ 8 മണി വരെ അബ്ജോദ് വർഗീസിന്റെ ചർച്ച, അത് കഴിഞ്ഞ് 8 മണി മുതൽ 9 മണി വരെ മറ്റേ വിനു വി ജോണിന്റെ ചർച്ചയൊക്കെ വെച്ചാണ്. അങ്ങനെ നിരവധി ചർച്ചകളായി മാറിയാണ്. ഇപ്പൊ ഭാഗ്യത്തിന് പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യണം പറയണം. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മംഗലാപുരം വരെ ഒറ്റയടിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ വരാൻ ഒരു ഫ്ലൈറ്റിന് 25-30 ലക്ഷം രൂപയ്ക്ക് ഇത് കിട്ടണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോടാ. ഇംഗ്ലണ്ട് യാത്രക്ക് UK നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും പോയതിന് 45 ലക്ഷം എന്ന് പറഞ്ഞ അഴിമതി ആരോപണം ഭയങ്കര ദൂർത്താണ്, ധാരാളിത്തമാണ്. എവിടെ നിന്നാണ് ഈ പണം, അല്ലെങ്കിൽ അവിടെ ആരൊക്കെയാണ് ഇദ്ദേഹം താമസിച്ച സ്ഥലങ്ങളിൽ താമസ ചെലവ് എഴുതിയെടുത്തിട്ടില്ല, അപ്പൊ എവിടെയൊക്കെയാണ് താമസിച്ചതെന്ന് ദിവസങ്ങളോളം നമ്മുടെ കുറെ യൂട്യൂബ് ചാനലുകളും സാറ്റലൈറ്റ് മീഡിയകളും ചർച്ച നടത്തി. ഇത് കുഴപ്പമില്ല, മംഗലാപുരം വരെ എന്താ അത്യാവശ്യം ഉണ്ടായിരിക്കും പുള്ളിക്ക്. ഏത് സൈക്കിളിലൊക്കെ പോകാൻ പറ്റുമോ? ചാർട്ടർ ചെയ്ത് പോകാനത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും MLA യുടെ ശമ്പളം എത്ര? എവിടെ നീ കാശ് കൊടുത്ത്? പുള്ളിക്ക് വേറെ ബിസിനസ് ഉണ്ടാ? അപ്പൊ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ അടുത്ത ബുധനാഴ്ചക്കുള്ള മറ്റേ പുള്ളിയുടെ പ്രസ് മീറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഇറ്റ്സ് റിയലി എന്റർടൈനിങ്. സത്യമൊന്നും ഇല്ലെങ്കിലും എനിക്ക് പുള്ളുവടി കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.